ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെയും വേഗപരിധി ലംഘിക്കുന്നവരുടെയും ലൈസൻസ് റദ്ദാക്കാൻ ഉത്തരവായി. ഡ്രൈവറുടെ സീറ്റിൽ യാത്രക്കാരെ കയറ്റുന്ന ഓട്ടോകളുടെ പെർമിറ്റ് റദ്ദാക്കാനും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പുറപ്പെടുവിച്ച ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും കോടതിയും നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഹെൽമറ്റ് ധരിക്കാൻ ഇരുചക്ര വാഹന യാത്രക്കാർ മടിക്കുന്ന സാഹചര്യത്തിലാണ് നിയമം കർശനമാക്കുന്നത്. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് നിലവിൽ 100 രൂപ പിഴ മാത്രമാണ് ശിക്ഷ. താൽക്കാലികമായെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ എല്ലാവരും ഹെൽമറ്റ് ധരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ഇരുചക്ര വാഹന യാത്രക്കാർ വേഗപരിധി ലംഘിച്ച് ചീറിപ്പായുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വേഗപരിധിയിലും നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പരമാവധി വേഗം മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. ഇത് മറികടന്നാൽ ഇനി നിശ്ചിത കാലത്തേക്ക് ലൈസൻസ് റദ്ദാക്കും. കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ചായിരിക്കും എത്ര കാലത്തേക്ക് ലൈസൻസ് റദ്ദാക്കണമെന്ന് തീരുമാനിക്കുക. എൻ്റെ പേര് അനീഷാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പം ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ സ്കിറ്റൊക്കെ ആവുകയാണെങ്കിലും വണ്ടി വീണ് കഴിഞ്ഞാൽ തലയ്ക്കൊന്നും അടിപെടത്തില്ല. പലപ്പോഴും നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പം തലയ്ക്കാണ് അടിപെടുന്നത്. അപ്പോൾ തലയ്ക്ക് അടിപെട്ട് കഴിയുമ്പോഴത്തേ മാക്സിമം നമുക്ക് ഇഞ്ചുറി ഒന്നും മരിച്ചു പോകാനും സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ഗുണം. ഇപ്പോൾ ലൈസൻസ് ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരെ ലൈസൻസ് റദ്ദാക്കുന്നതിനെ കുറിച്ച് അല്ലെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൈറ്റ്സുമായിട്ട് കളിക്കുക എന്ന് പലരും വിചാരിക്കുമെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പമൊന്നും നമുക്ക് തോന്നത്തില്ല. ഈ തീരുമാനം നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.